ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു വിജയമാണ് ഇന്നലെ സ്വന്തമാക്കിയിട്ടുള്ളത്. മറുപടിയില്ലാത്ത ഒരു ഗോളിനാണ് പഞ്ചാബിനെ അവരുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യ മത്സരത്തിൽ പഞ്ചാബിനോട് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരുന്നു. അതിനൊരു പ്രതികാരം തീർക്കാൻ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞു. എന്നാൽ അവരുടെ സൂപ്പർ താരമായ ലൂക്ക മജിസനും അതുപോലെ തന്നെ വിദാലും ഈ മത്സരത്തിൽ കളിച്ചിരുന്നില്ല. കൂടാതെ അവരുടെ പ്രതിരോധ നിരയിലെ താരമായ ഇവാൻ പരിക്ക് മൂലം പുറത്തിരിക്കേണ്ടി വന്നു. അങ്ങനെ സുപ്രധാനമായ വിദേശ താരങ്ങൾ ഇല്ലാതെയാണ് ഈ ഒരു മത്സരത്തിൽ പഞ്ചാബ് FC കളിച്ചിരുന്നത്. ഇതേക്കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ TG പുരുഷോത്തമനോട് ചോദിക്കപ്പെട്ടിരുന്നു. വിദേശ താരങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചത് എന്നായിരുന്നു ചോദ്യം. എന്നാൽ TGP അത് നിഷേധിച്ചിട്ടുണ്ട്. ഞങ്ങൾ വിദേശ താരങ്ങളെയോ അല്ലെങ്കിൽ ഇന്ത്യൻ താരങ്ങളെയോ അല്ല നേരിട്ടത്, മറിച്ച് പഞ്ചാബ് FC എന്ന ടീമിനെയാണ് നേരിട്ടത് എന്നാണ് TGP പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇത് വിദേശ താരങ്ങളെ സംബന്ധിച്ചതോ ഇന്ത്യൻ താരങ്ങളെ സംബന്ധിച്ചതോ അല്ല, ഇത് ടീമിനെ സംബന്ധിച്ചതാണ്. ഞങ്ങൾ പഞ്ചാബ് FC എന്ന ടീമിനെയാണ് നേരിട്ടത്. ഒരു ടീം എന്ന നിലയിൽ ഇതിനെ തരണം ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. ഞങ്ങൾക്ക് ഇപ്പോഴും ചില ഇംപ്രൂവ്മെന്റുകൾ ആവശ്യമാണ്. തീർച്ചയായും ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, അതെല്ലാം പരിഹരിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് ഇപ്പോൾ TGP പറഞ്ഞിട്ടുള്ളത്. ലൂക്ക മജിസന് സസ്പെൻഷൻ ആയിരുന്നു, അതുപോലെ തന്നെ വിദാലിനും സസ്പെൻഷൻ ആയിരുന്നു. ഇവാന് പരിക്ക് മൂലമാണ് പുറത്തിരിക്കേണ്ടി വന്നിരുന്നത്. ഫിലിപ്പെ മർസിലിയാക്ക് മത്സരത്തിൽ കളിച്ചിരുന്നു, പക്ഷെ പകരക്കാരനായിക്കൊണ്ടായിരുന്നു അദ്ദേഹം ഈ ഒരു മത്സരത്തിന്റെ ഭാഗമായിരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.